മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1961 മുതൽ 1966 വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത നേടുക, ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദനവും വ്യവസായ സ്വാശ്രയത്വവും നേടുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത നേടുക, ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദനവും വ്യവസായ സ്വാശ്രയത്വവും നേടുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6%. ലക്ഷ്യം കൈവരിച്ചതാണെങ്കിലോ 2.4%. എന്തായിരുന്നു കാരണം? 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965-66 ഇന്ത്യ പാക് യുദ്ധവും കടുത്ത വരൾച്ചയും കാരണം ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് നേടാൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞില്ല. 1962 ഇന്ത്യ ചൈന യുദ്ധവും 65-66 കാലഘട്ടത്തിലെ ഇന്ത്യ പാക് യുദ്ധവും കടുത്ത വരൾച്ചയും കാരണം ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് നേടാൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞില്ല. മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് നടപ്പിലാക്കിയ പ്രധാന പ്രവർത്തനങ്ങൾ നോക്കാം. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായി. 1965 നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായി. ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി താഷ്കെന്റ് കരാർ ഒപ്പുവെച്ചു 1966 ജനുവരി 10. ഇന്ത്യയിൽ ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പദ്ധതിക്കാലം മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലമാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായി, താഷ്കെന്റ് കരാർ ഒപ്പുവെച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പദ്ധതിക്കാലം മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? നോർമൻ ബോർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ M.S. സ്വാമിനാഥൻ ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഡോക്ടർ M.S. സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തെ തുടർന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ധാന്യമാണ് ഗോതമ്പ്. ഹരിത വിപ്ലവത്തെ തുടർന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ധാന്യം ഏതാണ്? ഗോതമ്പ്. അടുത്തത് പ്ലാൻ ഹോളിഡേ. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചത് 1966 മുതൽ 69 വരെയാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്നാണ് ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചത്. 1966 മുതൽ 1969 വരെയാണ് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചത്. 1966 മുതൽ 1969 വരെ 3 വാർഷിക പദ്ധതികളാണ് നിലനിന്നത്. 1966 മുതൽ 1969 വരെ 3 വാർഷിക പദ്ധതികളായിട്ടാണ് ഇത് നടപ്പിലാക്കിയത്. പ്ലാൻ ഹോളിഡേ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. പ്ലാൻ ഹോളിഡേ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അടുത്തത് നാലാം പഞ്ചവത്സര പദ്ധതി. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1969 മുതൽ 1974 വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ലക്ഷ്യം എന്തായിരുന്നു? സ്ഥിരതയോടുകൂടിയ വളർച്ച. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നതായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നതായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായിരുന്നു ഈ പദ്ധതി ഊന്നൽ നൽകിയത്. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പദ്ധതി ഏതാണ്? നാലാം പഞ്ചവത്സര പദ്ധതിയാണ്. ഈ പദ്ധതി കാലത്ത് നടപ്പിലാക്കപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഇന്ത്യയിൽ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നു. നാലാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങളാണ്. ഇന്ത്യയിൽ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നു. 1969 ജൂലൈ 19 ബാങ്ക് ദേശസാൽക്കരിച്ചത്. ഈ പദ്ധതി കാലത്ത് ഇന്ദിരാഗാന്ധി 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷം 1969 ജൂലൈ 19 ഇന്ദിരാഗാന്ധി 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ചത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് 1970 ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ചത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്.
നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6%. ലക്ഷ്യം കൈവരിച്ചത് 3.3%. എന്തായിരുന്നു കാരണം? 1971 ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും ഈ പദ്ധതിയെ പരാജയപ്പെടാൻ കാരണമായി. നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6%, ലക്ഷ്യം കൈവരിച്ചത് 3.3%. എന്തായിരുന്നു അതിനുള്ള കാരണം? 1971 ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് നേടാൻ കഴിയാതിരുന്നത്. എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്